ലോകത്തെ ഞെട്ടിച്ച പാരീസിലെ ലൂവ്ർ മ്യൂസിയത്തിലെ മോഷണത്തിൽ 2 പേർ അറസ്റ്റിൽ. ഇവരെ ചോദ്യം ചെയ്തു വരികയാണ്. നെപ്പോളിയൻ മൂന്നാമന്റെ ഭാര്യയായ യൂജീനി ചക്രവർത്തിനിയുടെ 895 കോടിക്ക് മേൽ മൂല്യമുള്ള 8 ആഭരണങ്ങളാണ് പ്രതികൾ മിനിറ്റുകൾ കൊണ്ട് മോഷ്ടിച്ചത്. മൊണാലിസ ചിത്രം അടക്കമുള്ള ലോകത്തിലെ ഏറ്റവും വലിയ മ്യൂസിയത്തിൽ 33,000-ത്തിലധികം അമൂല്യ വസ്തുക്കളാണ് പ്രദർശിപ്പിച്ചിരുന്നത്. കൂടുതൽ വിവരങ്ങളുമായി അഭിലാഷ് രാധാകൃഷ്ണൻ ചേരുന്നുണ്ട്. അഭിലാഷ്, നിരവധി ദിവസങ്ങളായി ആഭരണങ്ങൾ മോഷണം പോയിട്ട് പ്രതികളെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ആഭരണങ്ങൾ അത് തിരികെ ലഭിച്ചോ? അനുശ്രീ, ഇപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിവരം, കഴിഞ്ഞ ഞായറാഴ്ച നടന്ന ഈ ഒരു മോഷണത്തിൽ ഇപ്പോൾ 7 ദിവസങ്ങൾക്കിപ്പുറമാണ് 2 പേരെ അറസ്റ്റ് ചെയ്യാൻ ഫ്രാൻസിനായിരിക്കുന്നത്. അൾജീരിയയിലേക്ക് കടക്കുന്നതിനിടെ ചാൾസ് ഡി ഗൗൾ എന്ന് പറയുന്ന ഫ്രാൻസിലെ വിഖ്യാതമായ എയർപോർട്ടിൽ നിന്നാണ് ഇതിൽ ഒരാളെ പിടികൂടിയിരിക്കുന്നത്. മറ്റൊരാളെ എവിടെ നിന്നാണ് പിടികൂടിയിരിക്കുന്നത് വ്യക്തമല്ല. പക്ഷേ ഇവരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. വരുന്ന 96 മണിക്കൂറുകൾ ഇവരെ ചോദ്യം ചെയ്യാനുള്ള അനുമതി അവിടെ പോലീസിന് ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഈ ചോദ്യം ചെയ്യലിൽ കൂടെ ഉണ്ടായിരുന്ന മറ്റ് 2 പേരുടെ വിവരങ്ങൾ ലഭിക്കുമെന്നും അതുപോലെ ഈ മോഷ്ടിച്ചു കൊണ്ടുപോയ 895 കോടി രൂപ വില മതിക്കുന്ന ഈ ആഭരണങ്ങൾ എന്ത് ചെയ്തു എന്നുള്ള വിവരം കൂടി അവർ പോലീസിനോട് പറയേണ്ടി വരും. ഇപ്പോഴും നമുക്ക് ഈ പ്രതികളെന്ന് സംശയിക്കുന്നവരെയാണ് ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇവരാണോ യഥാർത്ഥ പ്രതികളെന്ന കാര്യത്തിൽ ഇതുവരെ സ്ഥിരീകരണം വന്നിട്ടില്ല. എങ്കിലും ഇവരാണ് എന്നുണ്ടെങ്കിൽ ഈ കേസിൽ വളരെ നിർണായകമായ ഒരു തെളിവായിരിക്കും ഇപ്പോൾ കിട്ടുന്നത്. കാരണം എന്ന് വെച്ചാൽ ഫ്രാൻസിനെ സംബന്ധിച്ച്, സർക്കാരിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ നാണക്കേടാണ്. കാരണം ലോകത്തിലെ ഏറ്റവും വലിയ ഒരു മ്യൂസിയമാണ് ഈ മ്യൂസിയം, ലൂവ്ർ മ്യൂസിയം. അവിടെ ഇത്തരത്തിൽ വലിയ രീതിയിൽ മിനിറ്റുകൾ കൊണ്ട് 4 പേർ വന്ന് രാവിലെ ഈ മ്യൂസിയം തുറന്ന് ഒരു 9:30 ഒരു 4 മിനിറ്റ് 5 മിനിറ്റിനുള്ളിൽ ഇവർ എത്തുകയും ഉടൻ തന്നെ ഇതിനകത്ത് കയറി 7 മിനിറ്റിനുള്ളിൽ ഈ ആഭരണങ്ങൾ 8 ആഭരണങ്ങൾ കയ്യിലെടുത്ത് ഇവർക്ക് പുറത്തു കടക്കാനായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. കാരണം ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മ്യൂസിയത്തിൽ ഇത്രയും വലിയ സുരക്ഷാ സംവിധാനങ്ങൾ നോക്കുകുത്തിയാക്കിക്കൊണ്ട് ഇവർ പ്രധാനപ്പെട്ട ഈ ഓരോ ആഭരണങ്ങളും വലിയ രീതിയിലുള്ള സുരക്ഷാ സംവിധാനങ്ങളിൽ വലിയ നോൺ ബ്രേക്കബിൾ ആയിട്ടുള്ള ഗ്ലാസുകൾ വെച്ചിട്ടാണ് അവിടെ സൂക്ഷിച്ചിരുന്നത്. ഈ CCTV ഉണ്ട്, സുരക്ഷാ ഉദ്യോഗസ്ഥരുണ്ട്. ഇവരെ എല്ലാം മറികടന്നുകൊണ്ട് വളരെ 4-5 മിനിറ്റ് കൊണ്ട് ഈ 9 ആഭരണങ്ങൾ എടുത്തു. അതിൽ 8 എണ്ണം ഇവർക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞു. ഒന്ന്, ഇവർ അവിടുന്ന് ഓടുന്നതിനിടയിൽ ഈ മോഷ്ടിച്ച് കയ്യിൽ കൊണ്ടുപോകുന്നതിനിടയിൽ ഒന്ന് താഴെ വീണു. അതെടുക്കാൻ നിൽക്കാതെ അവർ രക്ഷപ്പെടുകയായിരുന്നു. അതായത് രാവിലെ ഒരു 9:30 തന്നെ ഇവർ ഒരു ഇലക്ട്രിക്കൽ ഒരു ലാഡർ ഘടിപ്പിച്ച ഒരു വാഹനത്തിൽ 2 പേർ വരുന്നു. അതുപോലെ 2 പേർ ബൈക്കിൽ വരുന്നു. ഈ ലാഡർ ഘടിപ്പിച്ച വാഹനം അവിടുത്തെ ഈ മ്യൂസിയത്തിൻ്റെ ഒരു ബാൽക്കണിയുടെ ചേർന്ന് നിർത്തുകയും ഈ ലാഡറിലൂടെ അവർ ബാൽക്കണിയിലെത്തി അവിടെ സുരക്ഷാ ഉദ്യോഗസ്ഥരെ തോക്കിൻമുള്ളിൽ നിർത്തിക്കൊണ്ട് അവർ അത് മോഷ്ടിക്കുന്നു. അതിനുശേഷം ഇവർ മോഷ്ടിക്കുന്ന സമയത്ത് തന്നെ അവിടുത്തെ അലാം ശബ്ദിക്കുന്നുണ്ട്. ആ അലാം ശബ്ദിക്കുന്ന സമയത്ത് ഈ സുരക്ഷാ ഉദ്യോഗസ്ഥർ അവിടെ അപ്പോൾ വിസിറ്റേഴ്സ് ആയിട്ടുണ്ടായിരുന്ന ആളുകളെ സുരക്ഷിതരായി സുരക്ഷിതരാക്കി നിർത്തുന്നു. അതിനുശേഷം ഈ ഒരു അവർ തിരിച്ച് ഈ ബീപ്പ് കേട്ട സൗണ്ട് കേട്ട സ്ഥലത്ത് എത്തുമ്പോൾ തന്നെ ഇവർ ഈ ആഭരണങ്ങളും എടുത്തുകൊണ്ട് ഓടുന്നതാണ് കണ്ടത്. ആ ദൃശ്യങ്ങൾ നമുക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാം. അതിനുശേഷം ഇവർ അവിടുന്ന് ആ ലാഡർ കൊണ്ടുവന്ന വണ്ടി അവിടെ ഉപേക്ഷിച്ച് അവർ ബൈക്കുകളിൽ കടക്കുകയായിരുന്നു ചെയ്തത്. പിന്നീടാണ് ഇതിൻ്റെ വിവരങ്ങൾ പുറം ലോകം അറിയുന്നതും പിന്നെ അന്വേഷണം നടക്കുന്നതും. കഴിഞ്ഞ 7 ദിവസമായി വലിയ രീതിയിലുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഫ്രാൻസ് സർക്കാരിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ വരുന്നുണ്ട്. കാരണം ലോകത്തെ പല രാജ്യങ്ങളിൽ ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള പല കാര്യങ്ങളുമുള്ള ഒരു ലിയോണാർഡോ ഡാവിഞ്ചിയുടെ മൊണാലിസ അടക്കം വച്ചിരിക്കുന്ന ഒരു മ്യൂസിയമാണ് ഇവിടെ. അപ്പോൾ ഇത്തരം ഒരു 4 പേർക്ക് വളരെ ചുരുങ്ങിയ മിനിറ്റുകൾ കൊണ്ട് മോഷ്ടിച്ചു കൊണ്ടുപോകാൻ കഴിയുന്ന തരത്തിലാണ് അവരുടെ സുരക്ഷാ സംവിധാനങ്ങൾ എന്നടക്കമുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. ടെലിഗ്രാം CEO പറയുന്നുണ്ട് ഈ ആഭരണങ്ങൾ വീണ്ടെടുത്ത് അബുദാബിയിലെ മ്യൂസിയത്തിലേക്ക് മാറ്റും. കാരണം ഇവിടെ തീരെ സുരക്ഷയില്ല എന്നുള്ള തരത്തിലൊക്കെ അവിടുന്ന് ടെലിഗ്രാം CEO അടക്കം ഫ്രാൻസിനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഫ്രാൻസിനെ സംബന്ധിച്ച് ഈ പ്രതികളെ പിടികൂടി ആഭരണങ്ങൾ തിരികെ എത്തിക്കുന്ന അവരുടെ അഭിമാനത്തിൻ്റെ കൂടി പ്രശ്നമായി മാറിയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. എന്തായാലും ഇപ്പോൾ 895 കോടി രൂപ വിലമതിക്കുന്ന ഈ ആഭരണങ്ങൾ, അതായത് നെപ്പോളിയൻ മൂന്നാമൻ്റെ ഭാര്യയായ യൂജീനി ചക്രവർത്തിനി ധരിച്ചിരുന്ന, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ധരിച്ചിരുന്ന ഈ ഒരു ആഭരണങ്ങളാണ് ഇപ്പോഴും അവിടെ ഉണ്ടായിരുന്നത്. അതിനെയാണ് ഇപ്പോൾ ഈ മോഷ്ടാക്കൾ കൊണ്ടുപോയിരിക്കുന്നത്. ഇതാണ്ട് ഇപ്പോൾ 895 കോടി രൂപ വില വരുന്നതെന്ന് പറയുമ്പോൾ നമുക്ക് ഊഹിക്കാം എന്തുമാത്രം വില മതിക്കുന്നതായിരുന്നു ഇതെന്ന്. ഇതുപോലെ 33,000-ത്തിലധികം
വിലമതിക്കാനാവാത്ത ആഭരണങ്ങൾ ഈ മ്യൂസിയത്തിലുണ്ട്. വിലമതിക്കാത്ത ആഭരണങ്ങൾ അടക്കമുള്ളവ ഈ മ്യൂസിയത്തിലുണ്ട്. ഇവയുടെ എല്ലാം സുരക്ഷ കൂടി ഇപ്പോൾ ചോദ്യത്തിലായിരിക്കുകയാണ്. കാരണം വളരെ ചുരുങ്ങിയ ഒരു 4 പേർക്ക് പട്ടാപ്പകൽ സൂര്യൻ ഉദിച്ചു നിൽക്കുന്ന ഈ സമയത്ത് തന്നെ കയറി മോഷ്ടിച്ച് കൊണ്ടുപോകാൻ കഴിയുന്നതെന്ന് പറയുന്നത് ഫ്രാൻസിനെ സംബന്ധിച്ച് വലിയ നാണക്കേടാണ്. കാരണം ലോകത്തിലെ ഏറ്റവും വലിയ മ്യൂസിയം എന്നുള്ള ഖ്യാതിയുള്ള ഒരു മ്യൂസിയമാണ് ഈ ലൂവ്ർ മ്യൂസിയം. അവിടെയാണ് മൊണാലിസ അടക്കമുള്ള വലിയ ചിത്രങ്ങൾ അടക്കം വച്ചിരിക്കുന്നത്. ഇവിടെ ഇത് ആദ്യത്തെ മോഷണമല്ല. 1900 തന്നെ 1911 ഇതുപോലെ മൊണാലിസയുടെ ചിത്രം മോഷ്ടിക്കപ്പെട്ടിരുന്നു. അവിടുത്തെ സുരക്ഷാ ജീവനക്കാരൻ ഈ 2 വർഷങ്ങൾക്ക് ശേഷം അത് വിൽക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ പിടിയിലായിട്ടുണ്ട്. വീണ്ടും അത് തിരികെ എത്തിക്കാൻ കഴിഞ്ഞു. അതുപോലെ 1976-ലും 1990-ലും അവിടെ ഇത്തരത്തിൽ മോഷണങ്ങൾ നടന്നിട്ടുണ്ട്. അതിനുശേഷം ഇപ്പോൾ 2025-ലാണ് ഇത്തരത്തിൽ ഞെട്ടിപ്പിക്കുന്ന ഒരു മോഷണം അവിടെ നടക്കുന്നത്. എന്തായാലും ഫ്രാൻസ് സർക്കാരിനെ സംബന്ധിച്ച് വലിയ നാണക്കേട് കൂടിയാണ് ഇപ്പോൾ നടന്നിരിക്കുന്ന ഈ മോഷണം. അതുപോലെ തന്നെ ഈ വലിയ തരത്തിലുള്ള ആസൂത്രണം ഈ മോഷണത്തിന് പിന്നിൽ നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം തീർച്ചയാണ്. ഈ മോഷ്ടാക്കൾക്ക് പിന്നിൽ മറ്റേതെങ്കിലും വലിയ സംഘമുണ്ടോ? അത്തരത്തിൽ എന്തെങ്കിലും രീതിയിലുള്ള വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ ഈ അറസ്റ്റിലായ പ്രതികളിൽ നിന്നും? അനുശ്രീ, നിലവിൽ ഈ അറസ്റ്റിലായവരെ കുറിച്ചുള്ള വിവരങ്ങൾ പോലും പോലീസ് പുറത്തുവിടുന്നില്ല. 2 പേർ പിടിയിലായിട്ടുണ്ട്. ഇവരാണ് ഈ കൂട്ടത്തിൽ ഉണ്ടായിരുന്നവരെന്ന് സംശയിക്കുന്നത് പോലീസ്. അപ്പോൾ ഇവരെ ചോദ്യം ചെയ്തു വരുന്നതേ ഉള്ളൂ. എന്തായാലും 4 പേരുള്ള സംഘത്തിലെ 2 പേരാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. ഇതിൽ ഇവർക്ക് എന്തായാലും ഈ 4 മിനിറ്റ് കൊണ്ട് ഇവർ നടത്തിയ ഈ ഒരു വലിയ റോബറി, അതിൽ എന്തായാലും ചെറുതല്ലാത്ത രീതിയിലുള്ള വലിയ പ്ലാനിങ് അവിടെ ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് ഉറപ്പാണ്. അതിൽ ഈ 4 പേർക്കപ്പുറം മറ്റേതെങ്കിലും ആളുകൾ ഉണ്ടായിട്ടുണ്ടോ, അതിൽ വലിയ ഗൂഢസംഘം ഇതിൻ്റെ പിന്നിലുണ്ടോ എന്നുള്ള കാര്യത്തിലൊക്കെ വലിയ രീതിയിലുള്ള അന്വേഷണം ഇപ്പോൾ നടന്നിരിക്കുകയാണ്. ഫ്രാൻസ് മാത്രമല്ല, അമേരിക്കയുടെ FBI അടക്കം ഈ ഒരു അന്വേഷണത്തിൽ പങ്കുചേർന്നുണ്ട്. കാരണം ഇത് ലോകം മുഴുവൻ ഒരു അമ്പരിപ്പിച്ച ഒരു മോഷണമാണ് നടന്നത്. വലിയ നാണക്കേടുണ്ടാക്കിയ ഒരു മോഷണമാണ് നടന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ മോഷ്ടാക്കളെ പിടികൂടുക എന്ന് പറയുന്നത് ലോകത്തെ അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളുടെ സുരക്ഷാ ഏജൻസികൾ, അവരുടെ സ്പൈ ഏജൻസികൾക്ക് ഒരു ടാസ്ക് ആയിട്ട് നിൽപ്പുണ്ട്. അവർ അത് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗം കൂടിയാണ് അൾജീരിയയിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടെ ഇപ്പോൾ 2 പേർ പിടിയിലായിരിക്കുന്നത്. അടുത്ത 96 മണിക്കൂറുകൾ ഈ 2 പേരും പോലീസിൻ്റെ കസ്റ്റഡിയിലുണ്ട്. ഈ കസ്റ്റഡിയിൽ ഇവരുടെ ഇൻറ്ററോഗേഷൻസ് നടക്കുന്ന സമയത്ത് ഫ്രാൻസിൻ്റെ പോലീസ് മാത്രമല്ല, FBI അടക്കമുള്ള അമേരിക്കയുടെ FBI അടക്കമുള്ള ഏജൻസികൾ ഇവരെ ചോദ്യം ചെയ്യും, അല്ലെങ്കിൽ ഇവരുടെ ചോദ്യം ചെയ്യലിൽ പങ്കാളികളാകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. അതനുസരിച്ച് കൂടുതൽ വിവരങ്ങൾ എന്തായാലും ഒരുപക്ഷെ ഇന്ന് തന്നെ നമുക്ക് ലഭ്യമാകും. ഇവരാണോ യഥാർത്ഥ പ്രതികൾ എന്നുള്ള കാര്യത്തിലും നമുക്ക് ഒരുപക്ഷെ ഇന്ന് തന്നെ വിവരം ലഭിക്കും. ഇല്ല എന്നുണ്ടെങ്കിൽ, ഇവരല്ല എന്നുണ്ടെങ്കിൽ പിന്നെ ആരെന്നുള്ള ചോദ്യമാണ് ഏറ്റവും പ്രധാനമായി നിൽക്കുന്നത്. ഒരാഴ്ച കഴിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ ഞായറാഴ്ച രാവിലെയാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. ഇന്ന് അടുത്തൊരു ഞായറാഴ്ചയാണ്. ഈ 7 ദിവസത്തിനിടയിൽ ഈ പ്രതികളെ കണ്ടുപിടിക്കാൻ കഴിയാത്തത്, യഥാർത്ഥ പ്രതികളെ കണ്ടുപിടിക്കാൻ കഴിയാത്തത്, അല്ലെങ്കിൽ യഥാർത്ഥ പ്രതികൾ ആരാണെന്ന് പ്രഖ്യാപിക്കാൻ കഴിയാത്തത് ഫ്രാൻസിന്റെ സർക്കാരിനെ സംബന്ധിച്ച് വലിയ നാണക്കേടായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ 2 പേരെ പിടികൂടിയിരിക്കുന്നത്. ഇവരാണോ യഥാർത്ഥ പ്രതികൾ എന്നുള്ള കാര്യത്തിലാണ് ഇപ്പോഴും ചോദ്യചിഹ്നമായി നിലനിൽക്കുന്നത്. അക്കാര്യത്തിൽ വ്യക്തത വരും മണിക്കൂറുകളിൽ ഉണ്ടാവും. എന്തായാലും 895 കോടി രൂപ വിലമതിക്കുന്ന ആഭരണങ്ങൾ മിനിറ്റുകൾ കൊണ്ട് കട്ടുകൊണ്ടുപോയ ഈ കള്ളന്മാർ വളരെ വിരുദ്ധന്മാരാണെന്നും ഇവരുടെ പിന്നിൽ വലിയ രീതിയിലുള്ള പ്ലാനിംഗ് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അനുശ്രീ, ഈ കാര്യത്തിൽ എന്തായാലും ഒരു ലോകമെമ്പാടുമുള്ള രാജ്യങ്ങൾ വളരെ ഞെട്ടലോടുകൂടിയാണ് ഈ ഒരു മോഷണത്തിൻ്റെ വിവരം അറിയുന്നത്. അങ്ങനെ വലിയ രീതിയിലുള്ള ഒരു അന്വേഷണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ശരി, അഭിലാഷ് രാധാകൃഷ്ണനാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്.